ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡിസ്കവറിംഗ് വെൽനസ്. ഡോക്ടർ ഫ്രാൻസിസ് കുര്യനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, പശുവും പാല് കൊടുത്ത കുഞ്ഞുങ്ങളിൽ കഫക്കെട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഭയങ്കര കോമൺ ആയിട്ട് പാരൻസും ഗ്രാൻഡ് പാരൻസൊക്കെ ഒപ്പിയിൽ കുട്ടികളെ കാണിക്കാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് കഫക്കെട്ടൊക്കെ ആയിട്ട് കാണിക്കാൻ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം. എന്നാൽ കഫക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭയങ്കര വെയ്ഗായിട്ട് അൺക്ലിയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ചെറിയൊരു മൂക്കടപ്പ്, ജലദോഷം, തൊണ്ടവേദന, ആസ്മ, ന്യൂമോണിയ, ശ്വാസം മുട്ട്, ഇതിലെല്ലാത്തിനും നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ വേർഡാണ് കഫക്കെട്ട്. ഇനി എന്താണ് പശുമ്പാൽ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്? പശുമ്പാൽ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി, അതായത് പശുമ്പാലിലുള്ള ചില പ്രോട്ടീൻസിനോടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു റിയാക്ഷൻ, CMPA എന്ന് പറയും. അത് എത്ര ശതമാനം കുട്ടികൾ കാണുന്നു വെച്ചാൽ വളരെ ചെറിയ, അതായത് അന്താരാഷ്ട്ര പഠനങ്ങൾ, ഇന്റർനാഷണൽ സ്റ്റഡീസൊക്കെ പറയുന്നത് 5% താഴെ, അതായത് 2 to 3% മിക്ക പഠനങ്ങളും കാണിക്കുന്നത് കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കാണുന്നത്. പ്രധാനമായിട്ട് അത് 6 മാസം മുതൽ 1 വയസ്സുള്ള കുട്ടികളിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണാറ്. അത് തന്നെ ഇത്രയും ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. അതായത് 100 കുട്ടികളെടുത്താൽ 95 കുഞ്ഞുങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പശുമ്പാൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നാൽ ബാക്കി 5% താഴെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൊലി സംബന്ധമായിട്ട് ചൊറിച്ചിൽ, എക്സീമ പോലത്തെ കണ്ടീഷൻസ്, ഇങ്ങനെ ഉണലുകൾ പോലെ പൊന്താം, അല്ലാന്നുണ്ടെങ്കിൽ ശ്വസനനാളിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആസ്മ, വലിവ്, അല്ലെങ്കിൽ തുമ്മൽ, മൂക്കിൻ്റെ ചൊറിച്ചിൽ, അതേപോലെ ഉദര സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വയറിളക്കം, മലബന്ധം, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ. ഇത് 5% താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പശുമ്പാൽ കൊടുക്കാം. ഒരു ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു ആസ്മ വന്നു എന്ന് വെച്ചിട്ട് പശുമ്പാൽ ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ ആരിലാണ് നമ്മളത് ഒഴിവാക്കേണ്ടത്? വളരെ ചെറിയ ശതമാനമുള്ള കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജിയുള്ള കുട്ടികളിൽ മാത്രമേ നമ്മളത് ഒഴിവാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ ലക്ഷണങ്ങൾ നിങ്ങൾ പശുമ്പാൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ അലർജി സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത് ഒഴിവാക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം പശുമ്പാൽ ഭയങ്കര നല്ലൊരു ഭക്ഷണമാണ്, ഭയങ്കര നല്ലൊരു ഡയറ്റാണ്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അതെ, ഒരു 6 മാസത്തിന് മേലെ നമുക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ഒരു ഭക്ഷണമാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, നല്ല കാൽഷ്യം കണ്ടൻറ്റുള്ള സാധനമാണ്. അപ്പോൾ അനാവശ്യമായിട്ട് കഫക്കെട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് പശുമ്പാൽ ഒഴിവാക്കേണ്ടതില്ല. ഓക്കെ, താങ്ക് യു.